Hi guys, welcome to another training session of SAP MM. ഇന്ന് നമ്മൾ സോഴ്സ് ലിസ്റ്റിൻ്റെ പ്രാക്ടിക്കൽ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രീനിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടി കോഡ് ഒന്നേ ഉള്ളൂ ഇതിന് ME01. ബാക്കി നമ്മൾ ചെയ്ത പോലെ ഒന്നും 2ഉം 3ഉം ടി കോഡ്സ് ഒന്നും ഇല്ല. ഒരൊറ്റ ടി കോഡ് തന്നെയാണ് അതിൻ്റെ ക്രിയേറ്റും എഡിറ്റും ഡിസ്പ്ലേയും. ME01 എടുക്കുക. ഈ സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ലൈക്ക് എ കോൺടാക്ട് ലിസ്റ്റ്. ഈ മെറ്റീരിയൽ എവിടെ നിന്നൊക്കെ കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അപ്പം മൾട്ടിപ്പിൾ വെൻഡേഴ്സിന് ഒരു മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സോഴ്സ് ലിസ്റ്റിൽ മാനേജ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരൊറ്റ വെൻഡറിനെ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് മെറ്റീരിയൽ. I'm just going to copy. പിന്നെ പ്ലാന്റ്, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാലിഡിറ്റി ഡേറ്റ്സ് കൊടുക്കണം. ഇത് ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ വാലിഡ്. ഇന്നത്തെ ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇതേപോലെ യു ക്യാൻ ജസ്റ്റ് ചൂസ് ഇറ്റ് ഫ്രം ദ സിസ്റ്റം ആസ് വെൽ ഓർ ടൈപ്പ് ഇറ്റ് ഇൻ. ഇതുപോലെ സിസ്റ്റത്തിൽ വന്ന് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് വാലിഡിറ്റി പീരീഡ് 12. ഒന്നുകിൽ ഇയർ എൻഡ് കൊടുക്കാം, അല്ല കണ്ടിന്യൂസ്ലി ഇത് വാലിഡ് ആയിരിക്കണമെങ്കിൽ ഞാനിങ്ങനെ ഒരു ഇൻഫിനിറ്റി പോലെ 9999 എന്നുള്ള ഡേറ്റ് കൊടുക്കും. ഓക്കെ, ആൻഡ് ദെൻ ഐ വിൽ പുട്ട് ഇൻ ദ സപ്ലയർ. This purpose of putting in this date is to make this valid forever. ഇനി അതിന് വന്ന് ഇടയ്ക്കിടയ്ക്ക് മോഡിഫൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇട്ടു. ഈ പർച്ചേസ് ഓർഗനൈസേഷൻ കൊടുക്കണം. സ്റ്റോറേജ് ലൊക്കേഷനോട് റിക്വയർമെൻ്റ് ഇല്ല. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ സി സോഴ്സ് ലിസ്റ്റ് ചേഞ്ച്ഡ്. ഈ സോഴ്സ് ലിസ്റ്റും ഇതിപ്പോൾ നമ്മൾ മാനുവൽ മെത്തേഡാണ് നോക്കിയത്. ഇതിൻ്റെ ഓട്ടോമേറ്റഡ് മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തതിൽ പോവുക. MM02ൽ MM02 എന്ന് പറയുന്നത് ചേഞ്ച് മെറ്റീരിയലാണ്. അവിടെ പോയിട്ട് എൻട്രി ചെയ്യുക മെറ്റീരിയലിന്. വ്യൂസൊക്കെ ഓക്കെയാണ്. സ്റ്റോർ ലൊക്കേഷൻ പ്ലാന്റ് and storage location here. Okay. അപ്പോൾ നമ്മൾ ഇവിടെ മെറ്റീരിയൽ എൻ്റർ ചെയ്തു. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു നൗ പർച്ചേസിങ്ങിൽ പോയിട്ട് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മാനുവലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെറ്റീരിയൽ എപ്പോഴൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, ഈ മെറ്റീരിയൽ എപ്പോഴൊക്കെ നമ്മളൊരു വെണ്ടറായിട്ട് അസൈൻ ചെയ്യുന്നു, അപ്പോഴൊക്കെ സോഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ സോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പർച്ചേസിങ് വ്യൂവിൽ വന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയാവും. സോഴ്സ് ലിസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം തൊട്ട് വെൻ യു ചെക്ക് ഇൻ MM03 ഇവിടെ സോഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കും. ദിസ് ഇസ് ദ മെറ്റീരിയൽ. എൻറ്റർ ചൂസ് ദ പ്ലാന്റ് ലൈക്ക് ദിസ്. ഇവിടെ പോയി പ്ലാന്റ് ചൂസ് ചെയ്യുക, സ്റ്റോറേജ് ലൊക്കേഷൻ ചൂസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ആൻഡ് ദെൻ യു വിൽ ഗോ ടു പർച്ചേസിങ് ആൻഡ് യു വിൽ സി ഇവിടെ നമ്മുടെ സോഴ്സ് ലിസ്റ്റ് ആക്റ്റീവ് ആയതുകൊണ്ട് എപ്പോഴൊക്കെ ഇനി ഈ മെറ്റീരിയൽ വേറൊരു വെണ്ടറായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നു, ആ ട്രാൻസാക്ഷൻ ട്രേസ് ചെയ്ത് സോഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇതേപോലുള്ള SAP റിലേറ്റഡ് ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.